ദൈവത്തിൻ്റെ അതിപരിശു നാം വാഴ്ത്തുമാറാകട്ടെ. വീണ്ടും നിങ്ങളിലേക്ക് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് റിപ്പൻറ്റൻസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നു. റിപ്പൻറ്റൻസ് എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശോഭ വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം നമ്മളെക്കുറിച്ച് ഇച്ഛിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അത് ഏത് പാപിയും സിന്നർ മസ്റ്റ് റിപ്പൻറ്റ്, ഏത് പാപിയും മാനസാന്തരപ്പെടണം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. റിപ്പൻറ്റൻസ് സാൽവേഷന് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം നമ്മൾ റിസൾട്ട്സ് എന്താണ്, റിപ്പൻറ്റൻസ് ടു ഗോഡ് ആൻഡ് ഫെയ്ത്ത് ഇൻ ജീസസ് ആണ് എന്നുള്ളത് നമ്മൾ ആ കാര്യവും ചിന്തിച്ചു. നമ്മൾ ഡെയിലി റിപ്പൻറ്റൻസ് അത്യാവശ്യമാണ്. ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും ദിനം തോറും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്ന എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതായ കാര്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. റിപ്പൻറ്റൻസിൻ്റെ ഡെഫിനേഷനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. റിപ്പൻറ്റൻസ് ഇസ് നോട്ട് മിയർലി സോറോ, പെനൻസ് ഓർ റിഫർമേഷൻ. എന്നാൽ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് മൈൻഡിൻ്റെ, ഈ ഹാർട്ടിൻ്റെ, വില്ലിൻ്റെ ഒരു ചേഞ്ചാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ വീണ്ടും അടുത്തതായിട്ട് എല്ലാ ഡിസ്പെൻസേഷൻസിലും കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കടന്നു പോവുകയുണ്ടായി. 7 ഡിസ്പെൻസേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഡിസ്പെൻസേഷൻ ഈ കാലാകാലങ്ങളിലായിട്ട് പ്രീച്ച് ചെയ്യപ്പെട്ടു. നമുക്കറിയാം, ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രീച്ച്ഡ് റിപ്പൻറ്റൻസ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രീച്ച് ചെയ്തപ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റിന് അതിന് നമുക്കറിയാം യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തരം പ്രസംഗിച്ചു എന്നുള്ള കാര്യം നമ്മൾ ലൂക്കോസിൻ്റെ 3:3 നമ്മൾ കാണുമ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ മത്തായി 14:11 അതിൻ്റെ വില തൻ്റെ തല കൊടുത്തു വേണ്ടി വന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയാണ്. അവൻ്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ വീണ്ടും നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ റിപ്പൻറ്റൻസ് പ്രീച്ച് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുകയുണ്ടായി. അന്നേരം ജീസസ് അനൗൺസ് ദ ഗുഡ് ന്യൂസ്, റിപ്പൻറ്റ് ഓർ പെരിഷ് എന്നുള്ള കാര്യമാണ് നമ്മൾ ലൂക്കോസിൻ്റെ 13:1-5 വരെ നമ്മൾ വായിക്കുന്നത്. നമുക്ക് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ യോഹന്നാൻ സ്നാപകന്, യേശു ക്രിസ്തു, അതിനുശേഷം അപ്പോസ്തലന്മാർ ഇത് അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷങ്ങളിൽ അപ്പോസ്തല പ്രവർത്തികളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിപ്പൻറ്റൻസ് പ്രീച്ച് ചെയ്തതായിട്ട് 2 പത്രോസ് 3:9 ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കാണുകയുണ്ടായി. വീണ്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നു, അപ്പോസ്റ്റൽസ് ഹല്ലേലൂയ പ്രീച്ച് ചെയ്ത് ഹല്ലേലൂയ ഓരോ കാര്യങ്ങളും ദൈവസഭകളെ കറക്റ്റ് ചെയ്തൊക്കെയും ഹല്ലേലൂയ ഈ ഓരോ ലേഖനങ്ങളിലൊക്കെ നമുക്കിതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ റിപ്പൻസ് പ്രീച്ച് ചെയ്യുമ്പോൾ 3 തരത്തിലുള്ള ഹല്ലേലൂയ അതിന് റിഫ്ലക്ഷൻസ് ഉണ്ടാകും. സം മോക്ക്, അതിനെ വെറുതെ വളരെ ലാഘവത്തോടെ കളിയാക്കി വിടുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സമയമില്ല, പ്രോക്കാസ്റ്റിനേഷൻ, വിൽ ഹിയർ ഇറ്റ് പിന്നീടൊരു സമയത്ത് കാണാം. പിന്നീടൊരു സമയം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ലഭിച്ചില്ലെന്ന് വരും. അതുകൊണ്ട് ഇപ്പോഴാണ് സുപ്രസാദകാലം. കർത്താവിലേക്ക് തിരിഞ്ഞ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. ഓരോ ദിവസങ്ങളിലും പ്രത്യേകിച്ച് PC നാക്കിനെ കുറിച്ച് ഇപ്രാവശ്യം ഞാൻ കേട്ടപ്പോൾ അതിൻ്റെയും ഹല്ലേലൂയ ഫോക്കസ്, മെയിൻ തീം റിപ്പറ്റൻസ് ആണെന്ന് കേൾക്കുകയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്ന ഹല്ലേലൂയ ഈ സബ്ജക്റ്റ് വളരെ സമയോചിതം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ ഇത് പ്രയോജനമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരട്ടെ എന്ന് പറയുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ അടുത്ത സെഷനിൽ ദൈവഹിതമാണെങ്കിൽ റിപ്പറ്റൻസ് ഫ്രം ഡെഡ് വർക്ക്സ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ദൈവം സഹായിക്കട്ടെ.